ദൈവനാമം മഹത്വപ്പെടട്ടെ. സനേരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സഭയിൽ വിശ്വാസികളുടെ പങ്ക് എന്നുള്ളതാണ് നമ്മുടെ ഈ 2 ദിവസത്തെ ധ്യാന വിഷയം. നമ്മുടെ അറ്റൻഡൻസ് കാണുമ്പോൾ ആ വിഷയവുമായിട്ട് വളരെ നമ്മൾ പൊരുത്തപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊരു സംശയകരമായ കാര്യമാണ്. പങ്കാളിത്തത്തിൽ ഇവിടെ വന്നിരിക്കുന്നവരാരും ഇന്ന് പ്രസംഗിക്കുന്നില്ല, ക്ലാസ് എടുക്കുന്നില്ല. ഇവിടെ വന്നിരുന്നാൽ മതി. അത്രയും പങ്കാളിത്തം എങ്കിലും നമുക്ക് ഒരു സഭയോട് ബന്ധപ്പെട്ടുണ്ടായിരിക്കണം. വിമർശനാത്മകമായിട്ട് ആരും കാണരുത്. പ്രാരംഭത്തിൽ ഞാനിത് ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അടിസ്ഥാനപരമായ ഒരു വിഷയം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് സഭയുടെ പ്രാധാന്യം എന്താണെന്ന് വിശ്വാസികൾ ഒട്ടുമിക്കവരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. നമ്മളിപ്പം സഭാ ബന്ധത്തിൽ തുടരുന്നത് ഈ ദൈവജനത്തിൽ സഭയെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണോ എന്ന് ആത്മപരിശോധന ചെയ്യാനുള്ള ഒരു സന്ദർഭമായിട്ട് 2 ദിവസം മാറിയെങ്കിലും കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും സജീവ പങ്കാളിത്തം ഇന്ന് ഈ ശുശ്രൂഷയിൽ എന്നോടൊപ്പം ഉണ്ടാവണം എന്ന് ഞാൻ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. ഈ വിശ്വാസികളുടെ ഇടയിൽ വചനം ശുശ്രൂഷിക്കുന്നത് പ്രിയ രായ്ച്ചാനോട് ഉണ്ട്. രായ്ച്ചാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യം, ഈ ബൈബിളിലൊരു വാക്യമുണ്ടല്ലോ, ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയാണ് പലയിടത്തും വചന ശുശ്രൂഷയിൽ ദൈവദാസന്മാർ അഭിമുഖീകരിക്കാറുള്ളത്. വിശ്വാസികളുടെ പ്രാർത്ഥനാ സഹകരണവും അതുപോലെ തന്നെ വിശ്വാസികൾ ആ ശുശ്രൂഷയിൽ അവർക്കുള്ള പങ്കാളിത്തം ശരിയായി നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാത്മീക ശുശ്രൂഷയും കൂട്ടായ്മയും അർത്ഥവത്തും സജീവവുമാകുന്നത്. ഇന്ന് രാത്രിയിൽ സനയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ വിധത്തിൽ സഹകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ സഭാ ചരിത്രം പഠിച്ചാൽ പ്രധാനമായും സഭ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള 4 പ്രതിസന്ധികളുണ്ട്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, സാത്താന്റെ 4 പിശാചിന്റെ 4 ആക്രമണങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് നേരെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ക്രമമായിട്ടൊന്ന് പറയാം. ഒന്ന്, ക്രൈസ്തവ സഭയുടെ ശൈശവദശയിൽ അഥവാ സഭ ആരംഭിച്ച ആദ്യ കാലഘട്ടങ്ങളിൽ സഭ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പൈശാചിക ആക്രമണം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് നേരെയുള്ളതായിരുന്നു. യേശുക്രിസ്തു ദൈവമല്ല. യോഹന്നാൻ അപ്പോസ്തലൻ അതുപോലെ തന്നെ പൗലോസ് ഇവരൊക്കെ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു അത്. പ്രത്യേകിച്ചും ഗ്രേക്ക് തത്വജ്ഞാനികളുടെ ഇടയിലുണ്ടായ നോസ്റ്റിസം തുടങ്ങിയുള്ള
തത്വവാദികൾ, തത്വജ്ഞാനികൾ ക്രൈസ്തവ സഭയ്ക്ക് നേരെ അഴിച്ചുവിട്ട ഏറ്റവും വലിയ ആക്രമണമാണ് യേശുക്രിസ്തു ദൈവമല്ല, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് നേരെയുള്ള ആക്രമണമായിരുന്നു ആദ്യത്തെ ആക്രമണം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരെയും അപ്പോസ്തലിക പിതാക്കന്മാരെയും എഴുന്നേൽപ്പിച്ച് ആ ആക്രമണത്തെ സമർത്ഥമായി നേരിട്ടു. യേശുക്രിസ്തു ദൈവമാണെന്ന് സ്ഥാപിക്കപ്പെട്ടു. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ദൈവവചനത്തിലെ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ ദൈവത്വം ശക്തമായി സ്ഥാപിച്ച് 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് തിരുവെഴുത്തായി തന്നെ അത് രേഖപ്പെടുത്തി കിട്ടി. രണ്ടാമത് സഭയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം, ഞാൻ പറയുന്ന സഭാചരിത്രത്തോട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത്. അത് AD 326 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, റോമൻ കൈസറായിരുന്ന കോൺസ്റ്റന്റൈൻ മതപരിവർത്തനം ചെയ്തു. ഓർക്കണം, മനപരിവർത്തനമല്ല, മാനസാന്തരമല്ല, പിന്നെ മതപരിവർത്തനമാണ് നടന്നത്. പല ക്രൈസ്തവ എഴുത്തുകാരും പണ്ടൊക്കെ എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം അങ്ങനെ കാണാറില്ല. പണ്ടൊക്കെ ഞാൻ എഴുതിയത് വായിച്ചിട്ടുണ്ട്. കോൺസ്റ്റന്റൈനെ ദൈവമാണ് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നല്ല, മതപരിവർത്തനത്തിലേക്ക് കൊണ്ടുവന്നത്. അത് സഭയ്ക്കൊരു ആശ്വാസമായി അത് ദൈവം ചെയ്ത പരിപാടിയാണ് എന്ന് പലരും പറയാറുണ്ട്. തികച്ചും തെറ്റാണ്. പിശാചിന്റെ കയ്യിലെ കളിപ്പാവയായിരുന്നു അദ്ദേഹം. ക്രൈസ്തവ സഭയെ തകർക്കാൻ പിശാച് ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധമാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. അന്നാണ് സഭ ഒരു മതമായി മാറിയത്. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന സത്യം അതോടുകൂടെ മാഞ്ഞുപോയി. കർമ്മത്താലാണ് രക്ഷ എന്ന് സഭകൾ പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുവേണ്ടി സമയമെടുക്കുന്നില്ല. ചുരുക്കത്തിൽ, ഇന്ന് വേർപെട്ട വിഭാഗങ്ങൾ ഒഴിച്ച്, ശ്രദ്ധിക്കണം, വേർപെട്ട വിഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി ക്രൈസ്തവ ലേബലിൽ കാണുന്ന എല്ലാ വചനവിരുദ്ധമായ മാർഗങ്ങളുടെയും ആരംഭം അന്നു മുതലാണ്. ഇന്നും അതിൻ്റെ അനുരണനങ്ങൾ മാറിയിട്ടില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, വലിയവനായ ദൈവം ഒരു മാർട്ടിൻ ലൂഥറിനെ എഴുന്നേൽപ്പിച്ച് വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസത്താലാണ് പാപിയുടെ രക്ഷ സാധിക്കുന്നത് എന്ന ദൈവവചനത്തിലെ ഉപദേശ സത്യങ്ങളുടെ അടിസ്ഥാന സത്യങ്ങളിലേക്ക് സഭയെ മടക്കി കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമായി. നോക്കണം, ആ സാത്താന്യ ആക്രമണത്തെയും അതിജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ദൈവം തന്റെ സഭയെ സഹായിച്ചു. മൂന്നാമതായി, സഭയ്ക്ക് നേരെ സാത്താന്യ ആക്രമണം ഉണ്ടായത് പ്രത്യേകിച്ച് 19-20 നൂറ്റാണ്ടുകളിലാണ്. ആ ആക്രമണം വിശുദ്ധ തിരുവെഴുത്തിന് എതിരെയായിരുന്നു. ബൈബിൾ ദൈവനിശ്വസ്ത തിരുവെഴുത്ത് അല്ല. ബൈബിൾ ശാസ്ത്രീയമായും ചരിത്രപരമായും തെറ്റാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ പിശാച് കൊണ്ടുവന്ന വലിയ വലിയ വിജ്ഞാനികളായിട്ടുള്ള ആളുകളുണ്ട്. അത് 19-20 നൂറ്റാണ്ടുകളായിരുന്നു ആ ആക്രമണം ഉണ്ടായത്. നിങ്ങൾക്ക് ചരിത്രം വായിച്ചിട്ടുള്ളവർക്കറിയാം. വേദപുസ്തകം ശാസ്ത്രീയമായും ചരിത്രപരമായും
തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ മുതിർന്ന നിരവധി പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായി. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോയാൽ സമയം ഒരുപാടങ്ങ് പോകും. നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ സെമിനാരിൽ പഠിച്ച ഒരു വേദവിദ്യാർത്ഥി എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്, താൻ ചെന്നപ്പോൾ ആദ്യത്തെ ക്ലാസ് തനിക്ക് ലഭിച്ചത് കേരളത്തിലെ ഒരു പ്രമുഖനായ ബിഷപ്പാണ് ആ ക്ലാസ് എടുത്തത്. അദ്ദേഹത്തിന് ലഭിച്ച യേശുക്രിസ്തുവാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. ഒന്നാം ദിവസത്തെ ക്ലാസ് അതായത് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ. ഇതിനിടയ്ക്ക് ഒരു ക്രമീകരണം ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം. രാജാനൊന്നും ഇങ്ങനൊന്നും പറയില്ല, ഞാൻ ഇതൊക്കെ അങ്ങ് പറഞ്ഞു ക്ഷമിക്കണം. രണ്ടാം ദിവസത്തെ ക്ലാസ് അദ്ദേഹം എടുത്തത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ശാസ്ത്രീയമായി ശരിയല്ല. ഒന്നാം ദിവസത്തെ ക്ലാസ് യേശുക്രിസ്തുവാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം. രണ്ടാം ദിവസം എന്താ? ബൈബിളിലെ ആദ്യത്തെ 11 അധ്യായങ്ങൾ, ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ചരിത്രപരമായും ശാസ്ത്രീയമായും ശരിയല്ല. എന്തൊരു വൈരുദ്ധ്യമാണെന്ന് നോക്കിക്കോണം. ഇത് 19-20 നൂറ്റാണ്ടുകളിലാണ് ഈ വലിയ ആക്രമണം സഭയ്ക്ക് നേരെ ഉണ്ടായത്. എന്നാൽ ദൈവം വലിയ വേദശാസ്ത്രജ്ഞന്മാരെ, ഞാൻ ഒരുപാട് പേരുകൾ ഇവിടെ പറയണം, ഒന്നും ഞാൻ പറയുന്നില്ല, 12 മേഖലകളിൽ PhD എടുത്ത വില്യം എഫ് ഓൾബ്രൈറ്റ് എന്ന് പറഞ്ഞ വലിയ പണ്ഡിതനെയൊക്കെ ഉപയോഗിച്ചാണ് സ്വർഗത്തിലെ ദൈവം ബൈബിൾ ചരിത്രപരമായും ശാസ്ത്രീയമായും 100% ശരിയാണ് എന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത്. ഇന്ന് ആ ആക്രമണമൊന്നും ഫലിക്കുന്നില്ല. ഞാൻ എളിമയോട് പറയട്ടെ, സ്വർഗത്തിലെ ദൈവം എല്ലാ കാര്യങ്ങളുടെ പേരും ആധിപത്യം നടത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സഭയ്ക്ക് നേരെ ഉണ്ടായ 3 ആക്രമണങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? 1, യേശുക്രിസ്തുവിന്റെ ദൈവത്വം. 2, വിശ്വാസത്താലുള്ള നീതീകരണം. 3, വിശുദ്ധ ബൈബിളിന്റെ ദൈവിക ആധികാരികത അഥവാ ദൈവ നിശ്വസ്തത. 4ാമത്തെ ആക്രമണം, സാത്താന്റെ 4ാമത്തെ ആക്രമണം, ദയവായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ. പിശാചിന്റെ സഭയ്ക്ക് നേരെയുള്ള 4ാമത്തെ ആക്രമണം അത് യേശുക്രിസ്തുവിന്റെ നിർമ്മല കന്യകയായ സഭയ്ക്ക് നേരെയാണ്. എന്ന് പിശാച് ആക്രമിക്കുന്നത് ദൈവസഭയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. സഭയ്ക്ക് നേരെയുള്ള പിശാചിന്റെ ആക്രമണം അത് ഈ കാലഘട്ടത്തിൽ വളരെ പെരുകി വരികയാണ്. ഞാനത് ചുരുക്കി ഇങ്ങനെ പറയാം. ഇന്ന് സഭ എന്നുള്ള വാക്കിനേക്കാൾ ഏറെ നമ്മൾക്ക് പുറത്തുള്ളവർ ഉപയോഗിക്കുന്ന കൂട്ടായ്മ എന്നുള്ള പദമാണ്. ഇന്ന് സഭയല്ല, പിന്നെ കൂട്ടായ്മകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെ ചെന്നാലും കൂട്ടായ്മകളാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച ഒരു കാര്യമാണ്,
ഇന്ന് ഉയരുന്നതെല്ലാം വർഷിപ്പ് സെന്റേഴ്സാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടില് മധ്യനാണ്, ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ നാടാ. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്ന പലരും അല്ലേ. അവിടെ ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില പ്രശ്നങ്ങൾ നിങ്ങൾ അറിഞ്ഞല്ലോ. വർഷിപ്പ് സെന്ററിന് നേരെ ആക്രമണം. സമയമല്ല, സെന്റർ കൂട്ടായ്മകളാണ്. എന്നാൽ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് പല കാര്യങ്ങളും നടക്കുന്നത്. ഞാൻ ചുരുക്കി ഇങ്ങനെ പറയാം. അവിടെ ഹിന്ദുവിന് വരാം, മതം മാറണ്ട. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്ന് നിർബന്ധം ഇല്ല. അവിടെ ഒന്ന് സ്തോത്രം പ്രൈസലോട് പറഞ്ഞാൽ മതി. മുസ്ലിമിന് വരാം, യാക്കോബക്കാരന് വരാം, കത്തോലിക്കന് വരാം, മാർത്തോമാക്കാരന് വരാം. വേണ്ടി വന്നാൽ ബ്രദറുകാർക്കും ചെല്ലാം. മനസ്സിലായോ? ഇതാണ് നമ്മുടെ നാട്ടിൽ ഒരു കറിയുടെ പേര് പറയാറുണ്ട്, അവിയൽ. ഇതാണ് ഇന്ന് സഭയെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതാരുടെ പരിപാടിയാണെന്നറിയാമോ? സത്യസഭയിൽ നിന്ന് പിശാച് ജനത്തിന്റെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കളായ നമ്മൾ ദൈവസഭയെക്കുറിച്ച് ശരിയായ തോതിൽ പഠിക്കാൻ ആവശ്യമുണ്ട്. തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവസഭയെക്കുറിച്ചുള്ള ഒരു പഠനം നമ്മൾക്ക് ആവശ്യമാണ്. ഞാൻ ഇവിടെയൊക്കെ വന്ന് സഭയെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാര്യങ്ങളൊക്കെ ഇവിടെ മിക്കവാറും എല്ലാവർക്കും അറിയാം. എങ്കിലും ദൈവ വചനത്തിലേക്ക് തിരിഞ്ഞ് നമ്മൾക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ദൈവസഭ അംഗത്വം എന്ന് പറഞ്ഞാൽ അതെന്താ? ബ്രദർസഭയുടെ ഇവിടെ രജിസ്റ്റർ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ അവിടെ രജിസ്റ്റർ ഇല്ല. ഇപ്പൊ പിന്നെ പലയിടത്തും രജിസ്റ്റർ അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ബ്രദറൻ സഭയുടെ രജിസ്റ്ററിൽ പേര് വയ്ക്കുക, പേര് ചേർക്കുക, അങ്ങനെയാണോ സഭാംഗമായി തിരികെ? ഞാൻ ഇപ്പോൾ അധികം യുവജനങ്ങളുടെ ഇടയിൽ ക്ലാസ് എടുക്കേണ്ടി വരുന്നില്ല. ഇപ്പോൾ യുവജനങ്ങളുടെ ഇടയിൽ ക്ലാസ് എടുക്കാൻ വേറെ യുവാക്കളൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ പ്രായത്തിൻ്റെ ലിസ്റ്റിലെത്തിയുണ്ട്. അധികം യുവജനങ്ങളുടെ ഇടയിൽ ക്ലാസ് എടുക്കാൻ അവസരം കിട്ടാറില്ല. നേരത്തെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ യുവാക്കന്മാരോട് ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങളോട് ഉൾപ്പെടെ എല്ലാവരോടും കൂടെ ചോദിക്കുക. ചെറുപ്പക്കാർ ഒത്തിരി പേരുണ്ട്, പ്രായമുള്ളവർ വളരെ ചുരുക്കമാണ് ഇവിടെ. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുക. ഇവിടെ പരസ്യമായിട്ട് ഉത്തരം പറയണ്ട. നിങ്ങളുടെ കൈ പേനയും പേപ്പറും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എഴുതിയാലും ഇല്ലെങ്കിൽ മനസ്സിൽ പറഞ്ഞാലും മതി. നിങ്ങൾ എന്തുകൊണ്ട് ബ്രദറുകാരായിരിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ബ്രദറുകാരായിരിക്കുന്നു? ഞാൻ ഇതിന്റെ തുറന്ന മറുപടി പറയുമ്പോൾ ആരും തെറ്റിച്ചുളിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഡാഡി മമ്മി ബ്രദറില്ല, അതുകൊണ്ട് ഞാനും. ഞാൻ ഇനി വേറൊരു ചോദ്യം കൂടെ ചോദിക്കാം. നിങ്ങളുടെ ഡാഡിയും അമ്മയും ബ്രദറുകാരല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ബ്രദറിൽ വരുമായിരുന്നോ? ഉത്തരം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രൈസ്തവ രീതി അനുസരിച്ച് മാതാപിതാക്കൾ പിന്തുടരുന്ന പാരമ്പര്യം അനുസരിച്ച് സഭാബന്ധം തിരഞ്ഞെടുക്കുകയാണ്. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. പുറകിലിരിക്കുന്ന യുവാക്കന്മാരൊക്കെ ഒന്ന് എന്നെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ, വളരെ ശ്രദ്ധിക്കണം. ഈ തലമുറയെ കുറിച്ച് ഭാരമുള്ള ദൈവദാസന്മാർ കുറെ പേരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ദൈവസഭാംഗത്വത്തിലേക്ക് വരുന്നത്? കുറെ ഉത്തരങ്ങളൊക്കെ ഉണ്ട്.
തിയോളജിക്കലായിട്ടൊക്കെ ഡോക്ടറിനലായിട്ടൊക്കെ പറയാൻ പറ്റുന്ന ഒത്തിരി വലിയ വലിയ ഉത്തരങ്ങൾ കാണും. എന്നാൽ ഞാൻ ഇന്ന് വളരെ ലളിതമായ ഒരു മറുപടിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വീണ്ടും ജനനത്താലാണ് ഒരു വ്യക്തി, നിങ്ങൾ മിണ്ടുകയല്ലേ, മിണ്ടാതിരിക്കാനല്ല ഇവിടെ വന്നിരിക്കാം. വല്ലതൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല, വല്ലതൊക്കെ പറയണ്ട. ഞാൻ ചോദിക്കുന്നതിൻ്റെ ഉത്തരം, ഒരു വ്യക്തി ദൈവസഭയുടെ അംഗമാകുന്നത് ഒരു ജനനത്തിലൂടെയാണ്. ആ ജനനത്തിന്റെ പേരാണ് പൊതുജനനം, അല്ലെങ്കിൽ വീണ്ടും ജനനം. വ്യക്തമായി ഞാൻ പറയാം, നീ ഞാൻ എത്ര വലിയ ബ്രദറുകാരൻ്റെ മകനായാലും മകളായാലും ദൈവസഭയുടെ അംഗം ആകയില്ല. അതിന് എന്തു വേണം? ഒരു ജനനം വേണം. ആ ജനനത്തിന്റെ പേരാണ് പൊതുജനനം, വീണ്ടും ജനനം. കുഞ്ഞെ, നിന്റെ ഹൃദയത്തിൽ ചൂണ്ടുവിരൽ വെച്ച് ഇന്ന് ഞാൻ ചോദിക്കുകയാണ്, നീ വീണ്ടും ജനിച്ചതാണോ? ഈ ക്ലാസ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഈ 2 ദിവസത്തെ യോഗ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയാണ്. എന്തിനാണ് വീണ്ടും ജനിക്കുന്നത്? വളരെ ലളിതമായ ഒരു ചോദ്യം കൂടെ. ഒച്ചത്തിൽ ഉത്തരം പറയാൻ പറ്റുന്നവർ, ഇവിടെ ഒച്ചത്തിലൊക്കെ ഉത്തരം പറയുന്നവരൊക്കെ ഉണ്ട്. പണ്ട്, ഇപ്പോൾ പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും ഒന്ന് എന്നെ സഹായിക്കും. ഈ വീണ്ടും ജനനത്തെ കുറിച്ച് ആദ്യം പഠിപ്പിച്ചതാരാ? പൗലോസും പത്രോസും എന്നല്ല. വീണ്ടും ജനിക്കണമെന്ന് ആദ്യം പഠിപ്പിച്ചത് കർത്താവായ യേശുക്രിസ്തുവാണ്. എന്ന രാത്രിയിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ് എന്ത്? വീണ്ടും ജനനം. കുഞ്ഞുങ്ങളെ, മാനസാന്തരം ആവശ്യമാണ്. സഹോദരങ്ങളെ, മാനസാന്തരം ആവശ്യമാണ്. പിന്നെ രക്ഷ എന്നുള്ള പറഞ്ഞ് നമുക്കറിയാം. പിന്നെ സ്നാനം എന്നുള്ള വിഷയം നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ എല്ലാം ബേസിക് എന്ന് പറയുന്നത് എന്താ? ജനനമാണ്. ഞാൻ വീണ്ടും എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ജനനമാണ് കേട്ടോ. ഈ വീണ്ടും ജനനം എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തു ക്ലാസ് എടുക്കുന്നത് ഒരു വലിയ വേദപണ്ഡിതനോടാണ്. നിക്കോദമാസ് എന്ന വേദപണ്ഡിതനാണ് കർത്താവായ യേശുക്രിസ്തു വീണ്ടും ജനനത്തിന്റെ ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നീ ഇത് അറിയുന്നില്ലയോ? നിക്കോദേമാസാണ് ചോദിക്കുന്നത്. ഉപദേശിയാണ്. ഉപദേശി എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്നാണ് ഇംഗ്ലീഷിൽ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ഉപദേശി എന്നുള്ള വാക്ക് ഉപയോഗിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല പലർക്കും. അർത്ഥം പലർക്കും അറിഞ്ഞുകൂടാ. എന്താ അതിൻ്റെ അർത്ഥം? ടീച്ചറാണ്. യേശുക്രിസ്തു ഉപദേഷ്ടാവായിരുന്നു. ക്രിസ്തുവിനെ അറിയപ്പെട്ട ടീച്ചർ എന്നാണ്. ഓർക്കണം, ഇസ്രായേലിന്റെ ടീച്ചറായിരുന്നു നിക്കോദമാസ്. പക്ഷെ അദ്ദേഹത്തിന് അറിയാൻ പാടില്ലായിരുന്നു എന്ന് വീണ്ടും ജനനം. പഴയ നിയമത്തിൽ വീണ്ടും ജനനമുണ്ടോ? ഞാനിപ്പോ ആ വഴിക്ക് തിരിയുന്നില്ല കേട്ടോ. യേശുക്രിസ്തു നിക്കോദമാസിനോട് ചോദിച്ചു, നീ ഈ വിഷയം അറിയുന്നില്ല, വീണ്ടും ജനനം നിനക്ക് അറിയത്തില്ലേ? ആരായിരുന്നിട്ടും, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശ്രദ്ധിക്കണേ. ഇസ്രായേലിന്റെ ഉപദേഷ്ടാവിനെ എന്തറിയണം? വീണ്ടും ജനനം അറിയണം. വീണ്ടും ജനനം അറിഞ്ഞിരിക്കണം.
അപ്പോൾ പഴയ നിയമത്തിലും വീണ്ടും ജനനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. അവിടേക്ക് പോയ നമ്മുടെ വിഷയം നാളെയും തീരുകയില്ല, പിന്നെ അനന്തമായിട്ടത് ചിന്തിക്കേണ്ടി വരും. ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ, വീണ്ടും ജനിക്കുക അത് യേശു കർത്താവിൻ്റെ ഉപദേശമാണ്. ഇനി ഞാൻ അടുത്തൊരു പ്രത്യേക വിഷയം ഒന്ന് ഓർമ്മിക്കും. എന്തിനാ വീണ്ടും ജനിക്കുന്നത്? നമ്മൾ ഈ ചോദ്യോത്തര രൂപേണ വേദപുസ്തകത്തിലെ ഉപദേശ സത്യങ്ങൾ പഠിക്കണം. എന്തിനാ വീണ്ടും ജനിക്കുന്നത്? 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം, വിശദീകരണം കൂടാതെ. നിങ്ങൾക്കത് വിശദീകരിച്ച് പഠിക്കാൻ പറ്റും. ഒന്നാമത്തെ, യേശുക്രിസ്തു താൻ തന്നെ പറഞ്ഞു, ദൈവരാജ്യം കാണുവാനും ദൈവരാജ്യത്തിൽ കടക്കുവാനുമാണ് എന്ത് ചെയ്യേണ്ടത്? വീണ്ടും ജനിക്കേണ്ടത്. കർത്താവ് വ്യക്തമാക്കിയത് എന്താ? വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ഞാൻ ഈ പറയുന്നത് ബേസിക്കായ കാര്യമാണ്. എൻ്റെ പൊന്നു മക്കളെ, പൊന്നു സഹോദരങ്ങളെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാനായാലും സംഗതി കുഴയും കേട്ടോ. ഈ അടിസ്ഥാനം ദയവ് ചെയ്ത് നീ മനസ്സിലാക്കണം, ഞാൻ മനസ്സിലാക്കണം. ദൈവരാജ്യത്തിൽ കടക്കുക എന്താണ് ഈ ദൈവരാജ്യം? യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവരാജ്യം എന്ന് പറയുന്നു, മത്തായി സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ സ്വർഗരാജ്യവും ദൈവരാജ്യവും രണ്ടും രണ്ടാണ്. ഞാൻ ഒറ്റ വാചകത്തിൽ പറയാം, ഇപ്പൊ ഒരു കുറച്ചിലൊന്നും ഉണ്ടാക്കരുത്. ഒറ്റ വാചകത്തിൽ ഞാൻ പറയാം, ദൈവരാജ്യം സ്വർഗരാജ്യം ചില കോണ്ടക്സ്റ്റിൽ ഒന്നാണ്. ദൈവരാജ്യം സ്വർഗരാജ്യം മറ്റൊരു വീക്ഷണത്തിൽ രണ്ടാണ്. അതൊക്കെ ആവശ്യം വന്നാൽ എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറയാം. എന്തായാലും സ്വർഗരാജ്യവും ദൈവരാജ്യം മത്തായി സുവിശേഷം എഴുതുമ്പോൾ പറഞ്ഞു, യോഹന്നാൻ സ്നാപകനിലാണ് തുടങ്ങുന്നത്. അത് യേശു കർത്താവ് തുടരുന്നു. എന്താ? കാലം തികഞ്ഞു ദൈവരാജ്യം എന്നുള്ളതിന് അവിടെ പറഞ്ഞേക്കുന്നത് എന്താ? മത്തായിയിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരം. ഇതേ കാര്യം മർക്കോസ് എഴുതിയപ്പോൾ എഴുതിയെന്താ? ദൈവരാജ്യം, കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നോക്കണം. അപ്പോൾ അവിടെ സ്വർഗരാജ്യവും ദൈവരാജ്യവും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ സ്വർഗരാജ്യവും ദൈവരാജ്യവും ഈ ഭൂമിയിലുണ്ട്. ആ ദൈവരാജ്യം ഏതാണെന്നറിയാമോ? യേശുക്രിസ്തു പറഞ്ഞത് അതാണ്. പുതുതായി ജനിക്കുമ്പോൾ, വീണ്ടും ജനിക്കുമ്പോൾ എവിടെ? ദൈവരാജ്യത്തിൽ കടക്കാം. പൗലോസ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ നൽകി, അതിന്റെ വ്യാഖ്യാനം നൽകി. റോമാലേഖനം 14-ാം അധ്യായം, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പിന്നെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. അതേതാണ്? അതാണ് ദൈവ സഭ. ദൈവരാജ്യം എന്നുള്ളതിന് മറ്റൊരു വാക്ക് ദൈവസഭ എന്നാണ്. അതിന് വേറെ അർത്ഥമുണ്ട്. ദൈവരാജ്യത്തിൽ കിടക്കുക, ദൈവസഭയിൽ പ്രവേശിക്കുക, ദൈവസഭയുടെ അംഗമാകുക. ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യം എന്താ? വീണ്ടും ജനിക്കുക എന്നുള്ളതാണ്. 2, ദൈവരാജ്യത്തിൽ കടക്കാൻ വേണ്ടിയാണ് വീണ്ടും ജനിക്കുന്നത്. അഥവാ ദൈവസഭയിലേക്കും, ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ വരാനുള്ള രാജ്യത്തിലേക്കും. 2, എന്തിനാണ് വീണ്ടും ജനിക്കുന്നത്? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണ്.
ജനിക്കുന്നത് എന്തിനാ? പല ആളുകൾക്കും നന്നായി ജീവിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ആ ജീവിതം എങ്ങനെയാണ് ലഭ്യമാകുന്നത്? ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ ഒരാൾ എഴുതിയത് ഇങ്ങനെയാണ്: ഒരു ചെന്നായി ഒരു തൊടലിൽ കിടക്കുന്നിടത്തോളം കാലം അത് ഒരു ഉപദ്രവകാരിയെ അരിക്കുകയില്ല, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. പക്ഷെ ചങ്ങല പൊട്ടിച്ചാൽ അവന്റെ തനി സ്വഭാവം മനസ്സിലാവും. ഒരു വ്യക്തി വീണ്ടും ജനിച്ചതാണോ അല്ലയോ എന്ന് തൊടലിൽ കിടക്കുന്ന ഒരു ചെന്നായയുടെ കാര്യത്തോട് ഉപമിച്ചല്ല മനസ്സിലാക്കേണ്ടത്. തൊടല് പൊട്ടിച്ചു വിട്ടാലും അവന്റെ ജീവിതം കണ്ടാൽ അറിയാം. ഞാനത് വ്യക്തമാക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണ്. എല്ലാവർക്കും മനപ്പാഠം അറിയാം. പുസ്തകം തുറന്ന് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താ വാക്യം? ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ സ്തോത്രം. ഇത്രയും ശബ്ദത്തിലെങ്കിലും പറഞ്ഞതിന് നന്ദി. കുറെ കൂടെ ശബ്ദത്തിലായാൽ എനിക്ക് കൂടുതൽ സന്തോഷമായിരിക്കും. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതുജനനം നിമിത്തം ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? അവനൊരു പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ്. എനിക്കിത് കൂടുതൽ വിശദീകരിക്കണമെന്ന് താല്പര്യമുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ ഇത് വളരെ ആവശ്യമാണ്. പുതു സൃഷ്ടി പൗലോസിന്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ വേറൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ? ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ. വീണ്ടും ജനിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന്റെ 2ാമത്തെ മറുപടിയാണിത്. വീണ്ടും ജനിക്കുന്നവൻ, വീണ്ടും ജനിച്ചവൻ ആരാ? അവന്റെ കൈയുടെ വിരലിൽ പിടിച്ച് എന്ന് എഴുതിപ്പിക്കണ്ട. മനസ്സിലായോ? ഞാൻ പറഞ്ഞ പിടി കിട്ടിയാവും. മനസ്സിലായല്ലേ? പ്രത്യേകിച്ച് ഒരായാസവും ആവശ്യമില്ല, ഒരധ്വാനവും ആവശ്യമില്ല. വീണ്ടും ജനിച്ചവന്റെ ജീവിതം എങ്ങനെയാണെന്ന് വീണ്ടും ജനിച്ചാൽ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അതിന് പ്രത്യേകിച്ചാലും ഒരു ഉപദേശമൊന്നും നിങ്ങൾ ബാക്കി പറയാണ്ട് ഞാൻ തന്നെ പറഞ്ഞോളാം. ഒരു ഉപദേശമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവൻ അറിയാം ഞാൻ ആരാ. ഞാൻ വീണ്ടും ജനിച്ച പുതിയ സൃഷ്ടിയാണ്. അവൻ അറിയാം, നന്നായിട്ടറിയാം. ഇതിന്റെയൊക്കെ ഈ യാന്ത്രികതയും കൃത്രിമത്വവും തിരിച്ചറിയാൻ പറ്റും. വീണ്ടും ജനിച്ചവന്റെ ജീവിതം കൃത്രിമമായി ഉണ്ടാക്കേണ്ട ഒരു ജീവിതമല്ല, അത് യാന്ത്രികമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന സംഭവമാണ്. അവൻ പുതിയ സൃഷ്ടിയാണ്. ഞാനൊരു വലിയ ദൈവദാസൻ, നിങ്ങൾക്ക് എറണാകുളംകാർക്കൊക്കെ പരിചയമുള്ള ഒരു ദൈവദാസനാണ് സൈറസ് സി നായർ എന്ന ദൈവദാസൻ. അദ്ദേഹം ഞാനിവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കമ്പാച്ച, ഞാൻ KG കുര്യച്ചന്റെ പ്രസംഗത്തിലാണ് രക്ഷിക്കപ്പെടുന്നത്, വീണ്ടും ജനിക്കുന്നത്. ബോംബെയിൽ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു, അന്ന് ഞാൻ ലോഡ്ഷിപ്പിനെ കുറിച്ചൊന്നും കേട്ടിട്ടേ ഇല്ല. എനിക്ക് എന്നോട് ആരും പറഞ്ഞു തന്നിട്ട് കർത്തൃത്വത്തെ കുറിച്ച് എന്നെ ആരും പഠിപ്പിച്ചിട്ടേ ഇല്ല. ഞാൻ രക്ഷിക്കപ്പെട്ടു എനിക്കറിയാം. കർത്തൃത്വം എന്നുള്ള ഉപദേശ വിഷയമൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ യേശുക്രിസ്തു എൻ്റെ കർത്താവാണെന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട്
അനുഭവിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ആരും എന്നെ പഠിപ്പിച്ചില്ല. രക്ഷിക്കപ്പെട്ട അഥവാ വീണ്ടും ജനിച്ച ഒരു ദൈവവൈതൽ ഒരിക്കലും, ഞാൻ ഈ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കണം, തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കയില്ല. അവന്റെ ജീവിതം കർത്താവിന്റെ ഇഷ്ടപ്രകാരമായിരിക്കും. അവനോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട. അതാ ഞാൻ പറഞ്ഞ വിരലേച്ച് പിടിച്ച എഴുതേണ്ട കാര്യമില്ല. അവനോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കർത്താവിന് ഇന്നതൊക്കെ ഇഷ്ടമല്ല, ഇന്നതൊക്കെ ഇഷ്ടമാണ് എന്ന് പ്രത്യേകിച്ചാരും അവന് ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അത് വീണ്ടും ജനനത്തിന്റെ സ്വാഭാവികമായ അടയാളമാണ്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. ഞാൻ എന്നെ ഈ കാലഘട്ടത്തോടൊക്കെ ചേർത്ത് ഞാൻ പറയാൻ ഇപ്പം താല്പര്യപ്പെടുന്നില്ല. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. വീണ്ടും ജനനത്താൽ ദൈവരാജ്യത്തിന്റെ അവകാശിയായിത്തീരുന്നു. രണ്ട്, വീണ്ടും ജനനം കൊണ്ട് ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. ഒരു ലേഖനകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പുതു മനുഷ്യനായിട്ട് മാറുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് വ്യക്തമാക്കാം. റോമാലേഖനം 6-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഒരു സ്നാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഈ സ്നാനത്തെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ പുതുമനുഷ്യനെ കുറിച്ചും പുതിയ മനുഷ്യനെ കുറിച്ചും വ്യക്തമാക്കുന്നുണ്ട്. ഞാനത് 3 വാക്കുകൾ കൊണ്ട് അത് വ്യക്തമാക്കാം. ഒന്ന്, മരിക്കുക. രണ്ട്, അവിടെ തന്നെ പറഞ്ഞിരുന്നു, എന്താ? ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെടുക, കുഴിച്ചിടപ്പെടുക. അടക്കപ്പെടുക എന്നുള്ളതിന് അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് കുഴിച്ചിടപ്പെടുക. 3, ഉയർത്തെഴുന്നേറ്റ് വരിക. അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. ജീവന്റെ പുതുജന്മം എന്ന് പറയുന്നത് ഇതാ, ജീവന്റെ പുതുക്കത്തിലുള്ള നടപ്പാണ്. ഇതിനു മുമ്പ് നടക്കുന്ന 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? ഒന്ന്, മരണം. ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞെ സഹോദര സഹോദരി, ഞാൻ ചോദിക്കട്ടെ, നീ ചത്തതാണോ? ഞാൻ മിണ്ടാതിരിക്കുന്ന വാചകമൊന്നും പറയാനില്ലാഞ്ഞിട്ടല്ല. മരിച്ചോ? പല ആളുകളും തൃപ്തി അടഞ്ഞിരിക്കുന്ന വെള്ളത്തിൽ സ്നാനപ്പെട്ടപ്പോ ഇതങ്ങ് ഏത് വെള്ളത്തിൽ, യോർദാന്റെ വെള്ളത്തിൽ പോയി മുങ്ങിയാലും നീ ആ വെള്ളത്തിൽ മുങ്ങുമ്പോഴല്ല മരിക്കുന്നതും അടക്കപ്പെടുന്നതും. അതല്ല. ഇനി ഞാൻ പറയുന്ന പ്രയോഗം ബൈബിള് തുറന്നവരൊക്കെ നോക്കിക്കോ. റോമൻസ് ചാപ്റ്റർ 6 6-ാം അധ്യായത്തിന് 3 മുതലുള്ള വാക്യങ്ങളാണ്. വേഴ്സസ് 3 onwards. അവിടെ ക്രിസ്തു നമ്മളോടുകൂടെ മരിക്കുകയാണോ, നാം ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയാണോ? ചോദ്യോത്തര രീതിയാകുമ്പോൾ കാര്യം വ്യക്തമാകുമല്ലോ. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? നാം അവനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തു മരിച്ചതെന്നാ? നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുന്നേ. ക്രിസ്തു മരിച്ചതെന്നാ? ഇന്നേക്ക് 2000 കൊല്ലത്തിന് മുമ്പ്. നമ്മൾ മരിച്ചത് എപ്പോഴാ?
വേദപുസ്തകം വെച്ച് പറയുന്നേ, ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. ക്രിസ്തു ആണിയടിക്കപ്പെട്ട് കുരിശിൽ മരിച്ചപ്പോൾ നമ്മൾ യേശു കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് മരിച്ചു. ഇതാ ഉപദേശം. ക്രിസ്തു അടക്കപ്പെട്ടപ്പോൾ നമ്മൾ യേശു കർത്താവിനോടുകൂടെ അടക്കപ്പെട്ടു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ നാമും കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഇനി ഞാൻ പറയാം ഉപദേശം. നമ്മൾ ഇത് വിശ്വസിച്ചപ്പോൾ അന്ന് നടന്ന കാര്യം നമ്മുടെ അനുഭവമായി മാറി. ഇതാ വീണ്ടും ജന്മം. മനുഷ്യോ, ഇതാ പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ. എന്റെ പ്രിയമുള്ളവരെ, ഉപദേശ സത്യത്തിൽ വലിയ യാഥാർത്ഥ്യങ്ങളായി വിളിച്ചു പറയുന്നത്. ക്രിസ്തു മരിച്ചപ്പോൾ നമ്മൾ മരിച്ചു. ക്രിസ്തു അടക്കപ്പെട്ടപ്പോൾ നമ്മളും അടക്കപ്പെട്ടു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മൾ ഉയർത്തപ്പെട്ടു. ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം, ശ്രദ്ധിക്കണേ. നമ്മൾ പാപികളായി. എങ്ങനെയാ പാപിയായത്? നമ്മൾ പാപം ചെയ്താണോ പാപിയായത്? സഹകരിക്കുകയല്ലേ? അല്ല. ഇത് നേരത്തെ പറഞ്ഞേക്കണം. അല്ല, നമ്മൾ പാപം ചെയ്തല്ല പാപികൾ. പിന്നെ നമ്മൾ പാപിയായത് എങ്ങനെയാ? ആദാമിൽ നമ്മളെ വെച്ചുകൊണ്ടാണ് ആദാമിന്റെ രക്തത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു. അവൻ പാപം ചെയ്തപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാപികളായത്. യേശു ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്. വിശ്വസിച്ചപ്പോൾ ഇത് നമ്മുടെ അനുഭവമായി മാറി. ഇതാ ഉപദേശം. സ്തോത്രം. ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആളിനെ കണ്ടാലറിയാം ആളാരാ? പുതിയ സൃഷ്ടിയാണ്. കേട്ടോ? വ്യക്തമായിട്ട് സത്യങ്ങൾ ഗ്രഹിക്കണേ. പ്രിയമക്കളെ, എല്ലാവരും കർത്താവിന്റെ രാജ്യത്തിൽ കാണപ്പെടണം, സ്വർഗത്തിൽ കാണപ്പെടണം. അതിനടിസ്ഥാനപരമായ കാര്യമാണ് പുതുജനനം, വീണ്ടും ജനനം. ആ വീണ്ടും ജനനത്തിന്റെ വ്യക്തമായ പ്രകടനമാണ് പുതിയ സൃഷ്ടി എന്നുള്ളത്. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ജനിച്ചത് ഒരു സൃഷ്ടിയായിട്ടാണ്. ഈ കാണുന്ന, നിങ്ങൾ കാണുന്ന PS തമ്പാനായിട്ടാണ്. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ വേറെ ഒരു സൃഷ്ടി എന്നിൽ ഉണ്ടായി. അതാണ് പുതിയ സൃഷ്ടി, പുതു മനുഷ്യൻ. മൂന്നാമത്, 1 ദൈവരാജ്യത്തിൽ കടക്കുക, 2 പുതിയ സൃഷ്ടിയാണ്. മൂന്നാമത് വീണ്ടും ജനനം എന്തിനു വേണ്ടിയാണ്? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. എഫേസ്യർ 2:19. ആകയാൽ നിങ്ങളിനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹാപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. മൂന്നാമത്തെ ഉത്തരം, ദൈവത്തിന്റെ ഭവനത്തിന്റെ അംഗങ്ങളായി തീരാൻ വേണ്ടിയാണ്. ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളായി തീരുക. വീണ്ടും ജനനം കൊണ്ട് സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ദൈവ ഭവനത്തിന്റെ അഥവാ ദൈവ കുടുംബത്തിന്റെ ഹൗസ് ഹോൾഡ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കും.
ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ്. ഏതാ ദൈവ കുടുംബം? ദൈവത്തിന്റെ ഭവനം ഏതാണ്? ഏതാ ദൈവത്തിന്റെ ഭവനം? നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ ഇപ്പോ വന്ന് വരികയാണ് അല്ലേ? ഏതാ ദൈവത്തിന്റെ ഭവനം? എഫേസ്യർക്ക് എഴുതിയ ലേഖനം ദൈവസഭയെ കുറിച്ചുള്ള സത്യങ്ങൾ പ്രതിപാദിക്കുന്ന ലേഖനമാണ്. ആ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ സഭയെ നമ്മൾ കാണുന്നത് സഭ ക്രിസ്തുവിന്റെ ശരീരം എന്നുള്ളതാണ്. ദൈവം അനുവദിച്ചാൽ നമുക്കത് പിന്നാലെ ഒന്ന് നോക്കാൻ ശ്രമിക്കാം. ദൈവ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് അല്ലേ? അവന്റെ ശരീരമായ സഭ എന്നാണ് അതിന്റെ 23-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവന്റെ ശരീരമായ സഭ. അപ്പോൾ ക്രിസ്തുവിന്റെ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. 2-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവസഭയെ 2 വിധത്തിൽ അവിടെ പറഞ്ഞു. ഒന്ന് 19-ാം വാക്യത്തിലാണ് ദൈവത്തിന്റെ കുടുംബം, ദൈവത്തിന്റെ ഭവനം. 3-ാമത് 2-ാം അധ്യായത്തിൽ മറ്റൊരു കാര്യം കാണുന്ന 20 മുതലുള്ള വാക്യങ്ങളിലാണ്. അതിപ്പോ നമ്മൾ ചിന്തിക്കുന്നില്ല. ഒരു കെട്ടിടം അല്ലേ? ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ പണിയുന്ന കെട്ടിടമാണ് സഭയെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 19-ാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കണേ, നമ്മളെ ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഒരു ഭവനത്തിന്റെ അംഗങ്ങളാണ്. 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഈ കുടുംബത്തെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ അല്പം കൂടെ വിശദമായിട്ടാണ് പറയുന്നത്. എഫേസ്യർ 3:14 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള കുടുംബം. ഇതൊരു വലിയ കുടുംബമാണ്. ഇതിന്റെ അംഗങ്ങൾ എവിടൊക്കെയുണ്ട്? സ്വർഗത്തിലുണ്ട്, ഭൂമിയിലുണ്ട്. അപ്പൊ ഈ സഭയുടെ അംഗങ്ങൾ സ്വർഗത്തിലും ഭൂമിയിലുമായിട്ട് 2 താമസിക്കുന്നത്. ആണ് 2 സ്ഥലത്താണ് താമസിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സഭയുടെ അംഗങ്ങളായിരുന്ന നല്ലൊരു പങ്കാളുകൾ ഇപ്പൊ എവിടെ? സ്വർഗത്തില്. അതുമായിട്ട് തുലനം ചെയ്യുമ്പോൾ കുറച്ചു പേരെ എവിടെ ഉള്ളൂ? ഭൂമിയിലുള്ളൂ. അതാ പൗലോസ് പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള കുടുംബം എന്ന് പൗലോസ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ കുടുംബത്തിന്റെ അംഗങ്ങളാണ്. ഞാൻ ഇനിയും ഒരു ഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരാം. ഈ കുടുംബത്തിലെ അംഗങ്ങളെ കുറിച്ച് പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നതാണ്. ഈ കുടുംബത്തിലെ അംഗങ്ങളെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറയുമ്പോൾ താൻ പറയുന്ന ഭാഗം നോക്കുക. 12-ാം വാക്യം ആദ്യം നോക്കുക. കുഞ്ഞുങ്ങളെ. അപ്പൊ ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്? കുഞ്ഞുങ്ങൾ. വേറെ ദിവസം നോക്കി കണ്ടവരെന്ന് പറഞ്ഞാൽ മതി. കുഞ്ഞുങ്ങൾ. ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? കൂടുതൽ പേരും ഇംഗ്ലീഷ് ബൈബിളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ലിറ്റിൽ ചിൽഡ്രൻ. അപ്പൊ ഈ കുടുംബത്തിൽ ആരുണ്ട്? ലിറ്റിൽ ചിൽഡ്രൻ. ഇനി നോക്കുക, ലിറ്റിൽ ചിൽഡ്രൻ എന്ന് 13-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്തിലാണ്. ഇനി മധ്യഭാഗത്തേക്ക് വരാം. അടുത്തത് അങ്ങോട്ട് വിട്ടേച്ച് ബാല്യക്കാരി അല്ലേ? ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുക. അപ്പൊ ഈ കുടുംബത്തിൽ ആരുണ്ട്? ബാല്യക്കാർ. ഇംഗ്ലീഷിലെങ്ങനെ? യങ്മൻ. അപ്പൊ ഈ കുടുംബത്തിൽ ലിറ്റിൽ ചിൽഡ്രൻ ഉണ്ട്, പിന്നെ യങ്മൻ, യൗവനക്കാരുണ്ട്. ഇനിയും ഈ കുടുംബത്തിൽ ആരുണ്ടെന്ന് നോക്കി 13-ാം വാക്യത്തിന്റെ
രണ്ടാമത്തെ ഭാഗം 13-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെ? പിതാക്കന്മാർ. അപ്പൊ ഈ കുടുംബത്തിൽ ആരുണ്ട്? പിതാക്കന്മാരുണ്ട്. ദൈവസഭ എന്ന വീട്ടിൽ ലിറ്റിൽ ചിൽഡ്രൻ ഉണ്ട്, അഥവാ കുഞ്ഞുങ്ങളുണ്ട്. 2, മലയാളത്തിൽ ബാല്യക്കാരെന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലായത് യവനക്കാരെന്നാണ്, യങ് മെൻ. പിന്നെ പിതാക്കന്മാർ, ഫാദേഴ്സ്. സഭയ്ക്കകത്ത്, ഏത് സഭയ്ക്കകത്തും ഈ 3 കൂട്ടര് ഉണ്ട്. ഇനി ഒന്നുകൂടെ ശരിക്ക് പറഞ്ഞാൽ, ഉണ്ടെന്ന് പറയുന്ന അത്ര കണ്ട് ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവണം, ഉണ്ടായിരിക്കണം. ഈ 3 കൂട്ടരും ഒരു സഭയിൽ ഉണ്ടാവണം. സഭയ്ക്കുള്ളിൽ, ദൈവ കുടുംബത്തിൽ ഈ 3 കൂട്ടരുണ്ടായിരിക്കണം. ലിറ്റിൽ ചിൽഡ്രൻ, യങ് മെൻ ആൻഡ് ഫാദേഴ്സ്. ഈ 3 വിഭാഗം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളാണ്. ഞാൻ ഇനി വ്യക്തമാക്കാം. ഈ ദൈവ കുടുംബത്തിന്റെ അംഗങ്ങൾ സഭയിൽ അവരുടെ പങ്കാളിത്തം. നമ്മുടെ വിഷയത്തിൽ വന്നല്ലേ, സഭയിൽ ഈ 3 കൂട്ടരുണ്ട്. ഈ 3 കൂട്ടരോട് ബന്ധപ്പെട്ട് സഭയിൽ ഏർപ്പെടേണ്ടത് എങ്ങനെയാണ്, നമ്മൾക്ക് അതിലേക്ക് പോകാം. ഇനി ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക്, 8:30 വരെയാണ് മീറ്റിംഗ് അല്ലേ? എൻ്റെ കിട്ടിയ നോട്ടീസിനകത്ത് അങ്ങനെ തോന്നുന്നു. മാറ്റം ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി, ഇന്നിപ്പോൾ പറയണ്ട. ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാനിനി ഈ 3 കൂട്ടരെ കുറിച്ച് വിശദീകരിക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചിന്തിച്ചിട്ടാണ്. കുഞ്ഞുങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ. എല്ലാവരും വളരെ ശ്രദ്ധിച്ചായിരിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവസഭയുടെ പ്രാധാന്യം എന്താ? സഭയുടെ പ്രാധാന്യം വളരെ വിശദീകരിച്ച് ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ടെങ്കിലും നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഞാനെങ്കിലും ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് അതൊന്ന് വ്യക്തമാക്കാം. ദൈവിക തൃത്വത്തോട് ബന്ധപ്പെടുത്തി. ദൈവിക തൃത്വം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ആരൊക്കെയാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ. ചില തല്ലിക്കൊന്നാൻ മിണ്ടുകയില്ല. ഓക്കെ, മിണ്ടിക്ക് കുഴപ്പമൊന്നുമില്ലെന്നേ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ. പിതാവായ ദൈവത്തോട് ബന്ധപ്പെട്ട് ദൈവസഭയെ കുറിച്ച് നമുക്ക് ഒന്ന് തൊട്ടു നോക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ദൈവസഭയുടെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ഞാൻ അതിന്റെ എല്ലാ ഭാഗത്തേക്കും വരുന്നില്ല. ആദ്യ ഭാഗം എടുക്ക. എന്താ? സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം. എല്ലാവരും ഉത്സാഹമായിട്ടിരിക്കണേ. ദൈവസഭ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യം കണ്ടു. ഇത് എവിടെ കിടക്കുകയായിരുന്നു? ഇത് എവിടെ കിടക്കുകയായിരുന്നു ഈ സഭ? അനാദികാലം മുതൽ എന്ന് പറഞ്ഞാൽ ആരംഭമില്ലാത്ത, അനാദി എന്ന് പറഞ്ഞാൽ ആരംഭമില്ലാത്ത കാലം മുതൽ ദൈവത്തിൽ, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമാണ് ദൈവത്തിന്റെ സഭ. മനസ്സിലായി കാണുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
എല്ലാവരുടെയും കാര്യമല്ല, ചിലർക്കെങ്കിലും അല്ലേ മനസ്സിലായി കാണില്ല. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? മക്കളെ, നിങ്ങളെങ്കിലും ഒന്ന് മിണ്ടണം കേട്ടോ. ലളിതമായ ഒരു ചോദ്യമാണ്. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം. അനാദികാലം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായി? എന്താ? ആരംഭമില്ലാത്ത, അതിൻ്റെ വേറൊരു പേരാണ് നിത്യത എന്ന് പറയുന്നത്. അതിന് വേദപുസ്തക പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ പൂർവകാല നിത്യത. പൂർവകാല നിത്യത. ഈ പൂർവകാല നിത്യതയിൽ ആരംഭമില്ലാത്ത കാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്നു. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യത്തിലേക്ക് വരട്ടെ. സഭ എന്നാ ഉണ്ടായത്? മറുപടി പറയുന്നവർ ഒച്ചത്തിൽ പറയണം. മറുപടി പറയുന്നില്ലെങ്കിൽ ഞാൻ ഒരു തീരുമാനത്തിലെത്തും. ഈ വിഷയം അറിഞ്ഞുകൂടാണ്. ടെക്നിക്കലി ആക്ട്സ് ചാപ്റ്റർ 2 എന്നാണ്. ടെക്നിക്കലി എന്തായാലും വളരെ കരുതി കൂട്ടിയാൽ കേട്ടോ. ടെക്നിക്കലി സഭയ്ക്ക് ആരംഭമില്ല. ദൈവത്തിന് ആരംഭമുണ്ടോ? ഇല്ല. ദൈവത്തിന് ആരംഭമില്ലെങ്കിൽ ആ ദൈവത്തിൽ എന്ത് ചെയ്യാറുണ്ട്? മറഞ്ഞു കിടക്കായിരുന്നു. അപ്പൊ സഭയ്ക്ക് ആരംഭമുണ്ടോ? എന്റെ ദൈവത്തിന് സ്തോത്രം. ആരംഭമില്ലാത്ത സത്യമാണേത്? ദൈവസഭ. ആ സംവിധാനത്തിന്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. ഞാനിതൊന്ന് ചെറിയ തോതിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഒന്ന് വിശദീകരിക്കാം. ദൈവം എന്തിനാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്? ദൈവം എന്തിനാണ് ഈ മനുഷ്യനെ നിർമ്മിച്ചത്? ദൈവം എന്തിനാ ദൂതന്മാരെ നിർമ്മിച്ചത്? ദൈവം എന്തിനാ ഏതേൻ തോട്ടത്തിൽ ഇവരെ ആക്കിയത്? പാപം ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇവരെ തള്ളിക്കളഞ്ഞാൽ പോരായിരുന്നു. എന്തിനാണ് ഇവർക്ക് വേണ്ടി ഉദ്ധാരണം ഒരുക്കിയത്? എന്തിനാണ് ദൈവം അബ്രഹാമിനെ വേർതിരിച്ചത്? എന്തിനാണ് ദൈവം ഇസ്രായേൽ ജനത്തെ വേർതിരിച്ചത്? ദൈവം എന്തിനാണ് ന്യായപ്രമാണം നൽകിയത്? ദൈവം എന്തിനാണ് പ്രവാചകന്മാരെ നൽകിയത്? ഞാൻ പെട്ടെന്ന് ഒരു എടുത്തിയാട്ടം നടത്തിക്കോട്ടെ. എന്തിനാണ് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ മടിയിൽ വിരാജിച്ചിരുന്ന തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്? എന്തിനാണ് ദൈവം ആ പുത്രനെ കാൽവരിയിലെ കൊലമരത്തിൽ കൈവിട്ടത്? എന്തിനാണ് മരിച്ചിട്ട് യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? എന്തിനാണ് യേശുക്രിസ്തുവിനെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോയത്? സ്വർഗത്തിൽ യേശുക്രിസ്തു എന്ന് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിൽ അയച്ചത് എന്തിനാണ്? ഇനി കർത്താവായ യേശു മടങ്ങി വരുന്നത് എന്തിനാണ്? എണ്ണിയാലൊടുങ്ങാത്ത ചോദ്യങ്ങൾക്ക് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. എന്താ ഉത്തരം? ദൈവത്തിന് സ്തോത്രം. സഭ. മനസ്സിലായോ സഭയുടെ പ്രാധാന്യം? ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ കാലം അത്രയും ഇനി വരാൻ പോകുന്ന കാലത്തും സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. ഒറ്റ ലക്ഷ്യം. അതെന്താ? എന്താ ലക്ഷ്യം? തന്റെ പുത്രനൊരു മണവാട്ടി. പ്രിയ സഹോദരങ്ങളെ, കണ്ടോ?
സ്വർഗത്തിലെ ദൈവത്തിന്റെ ഏറ്റവും വലിയ സംവിധാനത്തിന്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. പിതാവായ ദൈവം, സഭ. 2, കർത്താവായ യേശുക്രിസ്തു സഭയും. വളരെ വിശദീകരിക്കേണ്ട വിഷയമാണ്, സംക്ഷിപ്തമായിട്ട് പറയാൻ. ത്രിത്വത്തിൽ രണ്ടാമനാണ് ആര്? കർത്താവായ യേശുക്രിസ്തു അഥവാ പുത്രൻ. യേശുക്രിസ്തുവും സഭയും. ഫേസ്ലേഖനം തന്നെ 2-ാം അധ്യായത്തിൽ 20-ാം വാക്യം, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ. ക്രിസ്തു യേശു മൂലക്കല്ല്. എന്താ ഈ മൂലക്കല്ലെന്ന് പറഞ്ഞാൽ? ഞാൻ ഈ വാക്യങ്ങളൊക്കെ എൻ്റെ ബാല്യത്തിൽ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിത്രം വേറെയായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോഴുണ്ടാകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. വ്യത്യാസമൊന്നും ഉണ്ടാകാൻ സാധ്യത. യേശുക്രിസ്തു ഒരു കല്ലാണ്. ആ കല്ലിനെ കൊണ്ടുവന്ന് ഏറ്റവും മൂലക്കിട്ടു. അതിൻ്റെ മുകളിൽ എന്താ ഈ ക്രിസ്തു മൂലക്കല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കഥാ പറഞ്ഞ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. യേശുക്രിസ്തു താൻ തന്നെ പറഞ്ഞു, ഞാൻ ആരാ? ഞാൻ പാറ. ഈ പാറമേലാണ് സഭ പണിയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയാം? ശ്രദ്ധിക്കണം. മറന്നു പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് കുറിച്ചിട്ടേക്കുന്നതല്ല. അവിടെ പത്രോസിനോടാണ് യേശുക്രിസ്തു പറയുന്നത്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. എന്താ അത് പറയാനുണ്ടായ കാരണമെന്നറിയാം? പത്രോസ് ഒരു കാര്യം യേശുവിനോട് പറഞ്ഞു, യേശുക്രിസ്തുവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. എന്താ കർത്താവ് പറഞ്ഞു? ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നീ പറഞ്ഞില്ലേ ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്? അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പോവാ? എന്തിന്റെ മുകളിൽ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് ഏറ്റുപറഞ്ഞ ആ ഏറ്റുപറച്ചിലിന്റെ വിഷയം, അതിന്റെ മേൽ സഭ പണിയുകയാണ്. വ്യക്തമാക്കാം. നിങ്ങളെല്ലാവരും ശരിയായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ മുഖം കാണുന്നതിന് എന്താ ക്രിസ്തുവിന്റെ മേൽ സഭ പണിയാന്ന് പറഞ്ഞാൽ? ഞാനത് ഇങ്ങനെ ചുരുക്കി കൂട്ടി പറയാം. ക്രിസ്തു എന്ന ആളത്വത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിന്റെ മുകളിലാണ് സഭ നിൽക്കുന്നത്. ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ മേൽ, ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ മേൽ, ക്രിസ്തുവിന്റെ നിഷ്പാപത്വത്തിന്റെ മേൽ, യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ മേൽ, യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത ബലിമരണത്തിന്മേൽ, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ മേൽ, യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന്റെ മേൽ, യേശു ക്രിസ്തുവിൽ എന്തെല്ലാം ഉണ്ടോ, യേശു ക്രിസ്തു എന്തെല്ലാമാണോ അതിന്റെ മുകളിലാണ് ഈ ദൈവസഭ നിൽക്കുന്നത്. സഭയുടെ പ്രാധാന്യം മനസ്സിലായതോ? ക്രിസ്തുവിനെ കൂടാതെ സഭയില്ല. യേശു ക്രിസ്തുവാണ് സഭയുടെ എല്ലാം. മൂന്ന്, ദൈവിക തൃത്വത്തിലെ മൂന്നാമത്തെ ആളത്വര പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവും സഭ. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കണം കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകാം. ബ്രദറുകാർക്ക് ആത്മാവില്ല എന്ന്, പരിശുദ്ധാത്മാവില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞങ്ങൾക്ക്, ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവുള്ളത് നമുക്കാ. ഞാൻ അതിനിപ്പുറത്ത് ശരിക്കും പറയാം, പരിശുദ്ധ ആത്മാവുള്ളത് പറഞ്ഞു മനസ്സിലായോ? ഏതാത്മാവ്? പരിശുദ്ധ ആത്മാവുള്ളത് നമുക്ക്. മിക്കവർക്കും ഉള്ളത് പരിശുദ്ധ ആത്മാവല്ല, പിന്നെ ദുരാത്മാവാ.
ഞാൻ തെളിയിക്കാതൊക്കെ ഇപ്പൊ അതിനുള്ള സമയമല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് സഭയിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു സഭ ആരംഭിച്ചു. അതൊരു സത്യമാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ സഭയുണ്ടോ? എന്നെയും നിങ്ങളെയും വീണ്ടും ജനിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. സ്തോത്രം പറയത്തില്ലല്ലേ? എന്താ പറയത്തില്ല? പറയില്ലേ? സ്തോത്രം. നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് പരിശുദ്ധാത്മാവാ. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ആത്മാവിൽ സ്ഥാനപ്പെടുത്തി ക്രിസ്തുവിന്റെ ശരീരമായ സഭയോട് ചേർത്തത് പരിശുദ്ധാത്മാവാ. നമ്മളെ സഭയിൽ കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവാ. നമ്മളുടെ സ്ഥാനം നിർണയിച്ചത് പരിശുദ്ധാത്മാവാ. നമ്മുടെ ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന് അസൈൻ ചെയ്തത് പരിശുദ്ധാത്മാവാ. ആ ശുശ്രൂഷ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാ. ആ ശുശ്രൂഷയിലൂടെയുള്ള മഹത്വം ദൈവത്തിന് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാ. പോരാ, ഈ പരിശുദ്ധാത്മാവാണ് ദൈവസഭയെ ഒരുക്കിയെടുത്ത് ദൈവപുത്രനായ യേശുവിന്റെ കയ്യിൽ കൊണ്ടേൽപ്പിക്കുന്നു. കണ്ടോ? ഈ ദൈവസഭയുടെ പ്രാധാന്യം മനസ്സിലായോ? പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവായ ദൈവവും, ഈ മൂന്ന് ദൈവിക ആളത്വത്തിന്റെയും കണ്ണിലെ കൃഷ്ണമണിയാണ് ദൈവത്തിന്റെ സഭ. എല്ലാം കഴിഞ്ഞ് സൗകര്യമുണ്ടെങ്കിൽ ബാക്കി പറയല്ല. സഭ നിങ്ങൾ എത്രാമത്തെ സ്ഥാനമാണ് ദൈവസഭയ്ക്ക് കൊടുക്കുന്നത്? ഇന്ന് രാത്രി ചിന്തിക്കണേ. എൻ്റെ സഹോദരി, എൻ്റെ സഹോദര, എളിമയോടെ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മളെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചതും നമ്മളെ ദൈവം രക്ഷിച്ചതും നമ്മെ ദൈവത്തിന്റെ സഭയുടെ അംഗമാക്കിയിരിക്കുന്നതും നമ്മൾക്ക് കുറെ നേട്ടങ്ങൾ ഇവിടെ ഉണ്ടാക്കി സുഖമായി ജീവിച്ച് രസിച്ച് രമിച്ചു പോകാനല്ല, ദൈവസഭയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് ഈ ക്ലാസ്സിന് സംബന്ധിക്കുന്ന ദൈവമക്കളോട് എല്ലാ വിനയത്തോടും ഞാൻ പറയട്ടെ, ദൈവിക തത്വം സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം നമ്മൾ ദൈവസഭയ്ക്ക് നൽകുവാൻ ആവശ്യമുണ്ട്. എനിക്ക് ഏറ്റവും അധികം വേദന തോന്നിയിട്ടുള്ളത്, ഞാനിത് ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ്. പലയിടത്തും നേരിട്ട് കണ്ട് എൻ്റെ ഹൃദയം പൊടിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഒരുപാട് കരഞ്ഞിട്ടുള്ള വിഷയം. സഭയ്ക്ക് എന്ത് സംഭവിച്ചാലും ചിലർക്കതൊരു വിഷയമേ അല്ല. ഒരു വാചകം കൂടെ ഞാൻ പറയട്ടെ. എനിക്കത് ഞാൻ ഉള്ളിൽ കരുതിയിരിക്കുന്നത് പോലെ അത് നേരിട്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സഭ എന്ന വാക്ക് നല്ല ഭംഗിയായി ഉച്ചരിക്കാൻ കഴിയുന്ന, മലയാള ഭാഷയിൽ ഉച്ചരിക്കാൻ കഴിയുന്ന ആളുകളും ആ സായുടെ സ്ഥാനത്ത് ചായും ഭായയുടെ സ്ഥാനത്ത് വായും ചേർത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നേരിട്ട് കേട്ടിട്ടുണ്ട്. അത് രണ്ടും കൂടെ ചേർത്ത് ഞാൻ പറയുകയില്ല, കാരണം എനിക്ക് ദൈവത്തെ പേടിയുള്ളതുകൊണ്ട് പറയില്ല.
കേട്ടോ? ഈ ക്ലാസ് കൊണ്ട് സാധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവസഭയുടെ പ്രാധാന്യം മനസ്സിലാക്കി. പൗലോസപ്പോസ്തലൻ പറഞ്ഞ ഒരു വാചകം, ഞാൻ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൻ. അതേ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3 സഭയുടെ ശുശ്രൂഷകനായിരിക്കും. ക്രിസ്തുവിന്റെ ശുശ്രൂഷകൻ മാത്രമല്ല, പിന്നെ സഭയുടെ ശുശ്രൂഷക്കാരൻ. ഞാനും നിങ്ങളും ദൈവസഭയുടെ ശുശ്രൂഷക്കാരാണ്. ഞാനൊരു വാചകം കൂടി ഇതിനോട് ചേർത്ത് പറയട്ടെ. ശുശ്രൂഷക്കാരെന്ന് പറയുമ്പോൾ ഇവിടെ സുവിശേഷകന്മാര് ചിലരുണ്ട് അല്ലേ? സഭയുടെ ശുശ്രൂഷകന്മാരെന്ന് നമ്മോട് പറഞ്ഞാൽ ആരൊക്കെയാ? മൂപ്പന്മാരും സുവിശേഷം. എൻ്റെ പൊന്നുമക്കളെ, ഈ പൊന്നൊന്ന് ചേർത്ത് പറയുന്ന സ്നേഹം കൊണ്ടാണ് കേട്ടോ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിന്ന് പാടിയില്ലേ? നിങ്ങളൊരു ശുശ്രൂഷയാണ് ചെയ്തത്. പ്രാർത്ഥിച്ചില്ലേ? ഒരു ശുശ്രൂഷയാണ്. ഇനിയും കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 12-14 അധ്യായങ്ങളിൽ, റോമാലേഖനം 12 അധ്യായത്തിൽ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ശുശ്രൂഷ. പ്രസംഗവും പഠിപ്പീരും മാത്രമല്ല ശുശ്രൂഷ. ദൈവത്തെ ശുശ്രൂഷിക്കുന്നു, സഭയെ ശുശ്രൂഷിക്കുന്നു എന്ന ബോധ്യത്തോടെ ദൈവസഭയെ കാണാനും ശുശ്രൂഷിക്കാനും നമ്മൾക്ക് സാധിക്കണം. ഇനി നമുക്ക് മടങ്ങി വരാം. നമ്മൾ ചിന്തിച്ച് വീണ്ടും ജനനത്തോട് ബന്ധപ്പെട്ട് ചിന്തിച്ച് വന്ന ഭാഗത്തേക്ക് മടങ്ങി വന്നിട്ട് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. ഈ ഭവനത്തിൽ 3 കൂട്ടരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആരൊക്കെ? എല്ലാവരും ഒന്ന് ഉണർന്ന് പറഞ്ഞ് ക്ഷണിക്കാം. ഒന്ന് ലിറ്റിൽ ചിൽഡ്രൻ. ലിറ്റിൽ ചിൽഡ്രൻ എന്നുള്ളതിന് മലയാളം കൂടെ പറഞ്ഞിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ. ലിറ്റിൽ എന്ന് ചേർത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ. 2 യങ്മൻ, ബാല്യക്കാരെന്നും ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. യൗവനക്കാർ അല്ലെങ്കിൽ യുവതി യുവാക്കന്മാർ, യൗവനക്കാർ. 3 പിതാക്കന്മാർ. ഞാൻ ഇവരെ കുറിച്ച് ഒരു നിർവചനം പറഞ്ഞിട്ട് പോട്ടെ. ഈ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ആരാ? ലിറ്റിൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ആരാ ഉദ്ദേശിക്കുന്നത്? പത്രോസ് പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 2, ഇപ്പോൾ ജനിച്ച ശിശുക്കൾ. ദൈവസഭയിൽ ഇങ്ങനെ ഒരു കൂട്ടരുണ്ട്. ആരാ? ഇപ്പൊ ജനിച്ച ശിശുക്കൾ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചിട്ടേ ഉള്ളൂ. അവർക്ക് വലിയ ഉപദേശമൊന്നും അറിയത്തില്ല. അവർ വീണ്ടും ജനിച്ചിട്ടേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതിനോട് ചേർത്തൊരു വാചകം കൂടെ പറയട്ടെ. ഇപ്പോ മിക്ക സഭകളിലും ഇപ്പൊ മിക്ക സഭകളിലും ഇങ്ങനൊരു ഗ്രൂപ്പ് ഇല്ല. ഉണ്ടോ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി എന്നോട്. എവിടെ ജനനം? പാട്ടല്ല കേട്ടോ. എത്ര നാളായി ഒരു ആത്മീയ ശിശുവിന്റെ കരച്ചിൽ കേട്ടിട്ട്? പ്രാർത്ഥിക്കണേ കേട്ടോ. കരയാണ്. വളരെ ഹൃദയഭാരത്തോടെ പറയുകയാണ്. ഞാൻ ഓർക്കുന്നു, എൻ്റെ ശുശ്രൂഷയുടെ കാലത്തിൻ്റെ ഒരു നല്ല പങ്ക് ഈ ആത്മീയ ശിശുക്കളുടെ കരച്ചിൽ കാണാൻ, അവരുടെ ജനനം കാണാൻ, കൺകുളിർക്ക് കണ്ടാനന്ദിക്കാൻ
ദൈവസന്നിധിയിൽ ആനന്ദത്തിന്റെ അശ്രു കിടങ്ങൾ അർപ്പിക്കാൻ ദൈവം ഭാഗ്യം തന്ന നല്ല നാളുകൾ ഞാൻ ഓർക്കുക. കേട്ടോ? രണ്ടാമത്തെ കൂട്ടരാരാ? ബാല്യക്കാരൻ. അവരാത്മീകമായിട്ട് വളരുന്നവർ. ദൈവം വെച്ചാൽ നാളെ അത് ഞാൻ അല്പം ഒന്ന് വിശദീകരിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുക. മൂന്നാമത്തെ വിഭാഗം ആരാ? സഭയിൽ ആരൊക്കെ? ആരാ മൂന്നാമത്തെ വിഭാഗം? പിതാക്കന്മാർ. ഞാൻ ചിലയിടത്ത് ക്ലാസ് എടുക്കുമ്പോൾ ഈ ചോദ്യം ഈ ഭാഗത്തോട് അധികരിച്ച് ചോദിച്ചിട്ടുണ്ട്. ആരാ പിതാക്കന്മാർ? മുമ്പിലിരിക്കുന്ന ചില കുഞ്ഞുങ്ങളാകട്ടോ, പ്രായമുള്ളവർ. അവരാലോചിക്കാതെ പറയും കല്യാണം കഴിച്ചവരാണ് പിതാക്കന്മാർ. കല്യാണം കഴിച്ചത് ഭർത്താവും ഭാര്യയാണ്. പിന്നെ പിതാവാകണമെങ്കിൽ പിതാക്കന്മാരെന്ന് പറഞ്ഞേ മക്കളുള്ളവനാ പിതാവ്. കേട്ടോ? ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? വീട്ടിലുള്ള മക്കളുടെ കാര്യമല്ല, എത്ര മക്കളുണ്ട്? ലാളിക്കാൻ, ഓമനിക്കാൻ, വളർത്താൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കരുതാൻ എത്ര പേരുണ്ട് നമുക്ക് മക്കള്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ ചുമ്മാ സ്തോത്രം പറയുകയില്ല കേട്ടോ. സ്തോത്രം. കഴിഞ്ഞ 51 വർഷമായി കർത്താവിൻ്റെ വേല ചെയ്യുക. അതിന് 4 വർഷം മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ടു. സുവിശേഷകനായതിന് ശേഷമല്ല, സുവിശേഷകനാകുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം എനിക്ക് ലാളിക്കാൻ, ഓമനിക്കാൻ, ഓർത്ത് പ്രാർത്ഥിക്കാൻ മക്കളെ തന്നിട്ടുണ്ട് എൻ്റെ ദൈവം. സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനം കേട്ടിട്ട് പോകില്ല. തീമോഥെയോസിനോട് പൗലോസ് പറഞ്ഞതുപോലെ നിജപുത്രനായ തീമോഥെയോസ്. കൊരിന്ത്യരോട് പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിൽ നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാര് കാണും, പക്ഷെ പിതാവ് ഒറ്റ ഒരുത്തനേ ഉള്ളൂ. അതാരാ? ഞാനാണ്. സുവിശേഷത്താൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ പിതാവ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് സഭയോട് ബന്ധപ്പെട്ട് നമ്മുടെ പങ്കാളിത്തത്തിൻ്റെ ഒരു തുടക്കമാണ് ഞാൻ പറഞ്ഞത്. വലിയ ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. അത് നിവർത്തിക്കാൻ നമ്മളെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ച് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയം, അതിൻ്റെ ഗൗരവത്തോടുകൂടെ ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ അവതരിപ്പിക്കുവാൻ പ്രിയ ദേവദാസനെ ദൈവം ഉപയോഗിച്ചു. സഭ എന്നുള്ളത് ത്രിയേക ദൈവത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന മർമ്മം, ഫ്രം ഇറ്റേണിറ്റി പാസ്റ്റ്, എത്രയോ വലിയൊരു കാര്യമാണ്.